previous video we will continue with some more problems regarding the chapter 3 chapters ട്ടാ 3 chapters club ചെയ്തിട്ടുള്ള അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻസ് ഒബ്വിയസ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് വിത്ത് നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം ചാപ്റ്റർ 200ാമത്തെ ക്വസ്റ്റ്യനായിട്ട് കാണുന്നത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ +1 ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കും ഈ +2 പോർഷനും രണ്ടും ക്ലബ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. A hydrogen atom moves with a velocity v and makes a head-on inelastic collision with another stationary hydrogen atom. With another stationary hydrogen atom. അതായത് രണ്ടും ഒരേ മാസ്സുള്ള രണ്ട് സബ്സ്റ്റൻസസ് they are undergoing inelastic collision. Okay, both atoms are in ground state before collision. Then the maximum value of v if one of them is to be given minimum excitation energy. അപ്പോൾ രണ്ട് ഒരേ മാസ്സുള്ള സബ്സ്റ്റൻസസ് വാട്ട് ഹാപ്പൻസ് വെൻ ദേ അണ്ടർഗോ ഇലാസ്റ്റിക് കൊളീഷൻ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എങ്ങനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ? രണ്ട് മാസ്, അത് ഈക്വൽ മാസസ് ആവണമെന്നില്ല കേട്ടോ. ഇത് m1, ഇത് m2. ലെറ്റ്സ് സേ ഇറ്റ്സ് വെലോസിറ്റി is u1, ദിസ് വെലോസിറ്റി is u2. സാധാരണഗതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ u2 വെലോസിറ്റി എന്താണ്? 0, റെസ്റ്റിലാന്ന് പറയും. ഇടിച്ചതിന് ശേഷം m1ഉം m2ഉം ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. റൈറ്റ്, ദാറ്റ് ബിക്കംസ് എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. റൈറ്റ്, പടാ ക്ലിയർ? അത്രയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതേ സിനാരിയോയിൽ പറയാണ് കേട്ടോ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നോക്കണം. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റം, ലെറ്റ്സ് സേ ഇറ്റ്സ് ഹാവിങ് മാസ്, ഹൈഡ്രജൻ്റെ മാസ് m ആണെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v, റൈറ്റ്? സോ കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് എഴുതുമ്പോൾ മൊമെൻറ്റം ഓഫ് ദ ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റം എന്താണെന്ന് എഴുതും? mv എന്ന് എഴുതും. റൈറ്റ്, പ്ലസ് ഹെഡ് ഓൺ ഇൻഇലാസ്റ്റിക് വിത്ത് അനദർ സ്റ്റേഷനറി ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് എന്തില്ല? സ്പീഡില്ല. സന്തോഷം. അപ്പോൾ അതെന്താ? റെസ്റ്റിലാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് എഴുതും? ഈക്വൽ ടു 0. എന്നിട്ട് ശരിക്കും എന്താണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി എന്നല്ല ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സ്റ്റിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ് ഒരുമിച്ചിരിക്കുക, m+m. ഓർ ഞാൻ റബ്ബ് ചെയ്തിട്ട് ഞാൻ അവിടെ എന്ത് എഴുതും? 2m. റൈറ്റ്, ഇത് നമുക്ക് ഒരു ഇത് u എന്നാക്കാം അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇത് v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, വേർ v ഇസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ബോത്ത് ദ മാസസ്. അതായത് ഈ m ഹൈഡ്രജൻ moving with u velocity strikes in another hydrogen atom with mass m. It is at rest, right? It stick with each other. അപ്പോൾ മൊത്തം മാസ് 2m and hence they are moving with the velocity v, right? അതിൻ്റെ ഇക്വേഷനാണ് ഈ കൺസർവേഷൻ മൊമെൻറ്റത്തിൻ്റെ എങ്ങനെയാണെന്ന് വേണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതിച്ചിരിക്കണം. ഇനി അപ്പോൾ ഈ ഇക്വേഷൻ ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണിക്കണ്ടല്ലോ, റൈറ്റ്? അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം? v, ഫൈനൽ വെലോസിറ്റി ഓഫ് ദിസ് collection of two masses or system of these two masses is equal to initial velocity ന്റെ half. ഓക്കെ, mu is equal to mv, ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ v is equal to u/2 എന്ന് കിട്ടി. അതായത് ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരുമിച്ച് സഞ്ചരിക്കുന്നത് എത്ര വെലോസിറ്റിയിലാണ്? ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റിയിലാണ്. ഇത്രയും ക്ലിയർ ആയാൽ? ഇനി നമ്മളോട് പറയണത് മിനിമം എനർജി വിച്ച് ഇസ് എത്രയാണ് റിക്വയർഡ് ടു എക്സൈറ്റ് ഹൈഡ്രജൻ ആറ്റം? അറിയോ നിങ്ങൾക്ക്? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? -13.6 നിന്ന് നെക്സ്റ്റ് 3.4 പോകാൻ അല്ലേ? മിനിമം എത്ര എനർജി വേണം ഒരു എക്സൈറ്റേഷൻ സ്റ്റേജിലേക്കെങ്കിലും പോകണമെങ്കിൽ? 10.2 ഇലക്ട്രോൺ വോൾട്ട്. ഐ ഹോപ്പ് യു റിമെമ്പർ. ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. റൈറ്റ്, ഒരു എനർജി ലെവലെങ്കിലും എക്സൈറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര എനർജിയെങ്കിലും കിട്ടിയാൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു എക്സൈറ്റേഷൻ നടക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടുത്തെ എത്ര എക്സൈറ്റേഷൻ എനർജി വരിക എന്ന് പറഞ്ഞേ ആദ്യം? റൈറ്റ്, ഹൗ മച്ച് വിൽ ബി ദ എക്സൈറ്റേഷൻ എനർജി ഹിയർ? ആദ്യത്തെ എനർജി ആർക്കേ ഉണ്ടായിരുന്നുള്ളൂ? ഒരാൾക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ്, ക്ലിയർ? റൈറ്റ്, എന്നിട്ട് ഈ എക്സൈറ്റേഷൻ എനർജി അതോടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് ലോജിക്ക് ആലോചിക്കണം അല്ലേ? അതായത് ഇപ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് മാത്രം നോക്കുക കേട്ടോ. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റം ആദ്യം ഗ്രൗണ്ട് ലെവലിലായിരുന്നു അല്ലേ? അപ്പോൾ ശരിക്കും ആ ഗ്രൗണ്ട് ലെവലിലുള്ളതിന് ഈ എക്സൈറ്റേഷൻ എത്രയെങ്കിലും ഇപ്പോൾ സപ്പോസ് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? അതിൽ ഒരെണ്ണം ചെറിയ മിനിമം എക്സൈറ്റേഷൻ എനർജി, ഒരാൾക്ക് നല്ല എക്സൈറ്റേഷൻ എനർജി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത് അല്ലേ?
അപ്പോൾ ഒരു എനർജി ലെവലിൽ നിന്ന് വേറൊരു എനർജി ലെവലിലേക്ക് അത് ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എനർജി അതിനെ എവിടെ നിന്ന് കിട്ടിയത്? ഈ കൊളീഷനിൽ നിന്നാണ് കിട്ടിയത്. മനസ്സിലാവണ്ട? ദ മിനിമം എനർജി വിച്ച് ഇസ് റിക്വയർഡ് ടു എക്സൈറ്റ് an electron, right, to move from ground state or ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എനർജി പ്രൊവൈഡ് ചെയ്തത് കൊളീഷൻ. അപ്പോൾ കൊളീഷനിൽ എന്ത് എനർജി ആക്ട് ചെയ്യുക? കൈനറ്റിക് എനർജി അല്ലേ? ക്ലിയർ ആവണ്ട? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി വെച്ചിട്ട് ആലോചിക്കണം അല്ലേ? നോക്കിയേ, 12mv² ആണ് ആദ്യം ഉണ്ടായിരുന്നു. ഒരാൾക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതീന്ന് അല്ലേ? ഇപ്പോൾ ഓരോരുത്തർക്കും അല്ലേ 2 ആൾക്കാരുണ്ട് അല്ലേ? സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തർക്കും വെച്ചിട്ട് എത്ര വരുന്നത്? 12mv/2² എനർജിയാണ്. കൈനറ്റിക് എനർജി തന്നെയല്ലേ വരിക? മനസ്സിലാവുണ്ടോ? നോക്കി, ഓരോന്നിൻ്റെ വെലോസിറ്റി വേണം. യു ആണ് എഴുതിയല്ലേ? ഇവിടെ u² എന്നാക്കാം, ഇവിടെ u² ആക്കാം. u² u/2 ആണ് ഇപ്പോൾ വെലോസിറ്റി, രണ്ടെണ്ണത്തിൻ്റെ മാസ് കൂട്ടിയിട്ട് അല്ലേടോ? റൈറ്റ്. സോ യു വിൽ സേ ദ കൈനറ്റിക് എനർജി ഇസ് നൗ വാട്ട്? ഓരോ മാസത്തിനും എടുക്കണ്ടേ? ആ കൈനറ്റിക് എനർജി ഷെയർഡാണ്. റൈറ്റ്. സോ ബോത്ത് ഓഫ് ദം വിൽ ഹാവ് 12mv/2 അല്ലെങ്കിൽ mu/2² കൈനറ്റിക് എനർജി. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് വളരെ ലോജിക്കലായിട്ടുള്ള കേസാണ്. നോക്കിയേ, ഈ കൈനറ്റിക് എനർജീൻ്റെ ഡിഫറൻസ്, റൈറ്റ്, ഏത് കൊടുത്ത കൈനറ്റിക് എനർജിയും അതിൽ യൂസ് ചെയ്യപ്പെട്ട കൈനറ്റിക് എനർജിയും. ക്ലിയർ ഉണ്ടോ? ശ്രദ്ധിച്ചേ. You or the first hydrogen atom which collide with the second hydrogen atom had the kinetic energy as 12mv². അല്ലേ? അതിൽ ഇത്രയും കൈനറ്റിക് എനർജി ആർക്ക് കിട്ടിയിട്ടുള്ളൂ? രണ്ടാമത്തേനും ആദ്യത്തേനും കൂടി ഷെയർ ചെയ്തിട്ടുള്ളൂ. മനസ്സിലാവണ്ട? ക്ലിയർ? ഇനി അപ്പോൾ ബാക്കി മിച്ചം വരുന്നതാണ് എന്തിന് യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ ഗ്രൗണ്ടിൽ നിന്ന് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടിന് ഡിഫറൻസ് ചെയ്യാം കേട്ടോ. 1/4mu² എന്ന് കിട്ടും. കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ, ഞാൻ മടിയായതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യട്ടെ. അപ്പോൾ ഈ 1/4mu² ഇസ് ദ റെമനൻ്റ് എനർജി വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ എക്സൈറ്റിംഗ് ഇറ്റ് ടു അറ്റ്ലീസ്റ്റ് 1 ലെവൽ. റൈറ്റ്. അപ്പോൾ 1/4mu² ഇസ് ഈക്വൽ ടു 10.2 ഇലക്ട്രോൺ വോൾട്ടാണ് കേട്ടോ. ഈ വി വലുതാക്കി എഴുതണം കേട്ടോ. ഞാൻ എപ്പോഴും ചെറുതാക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഈ ക്യാപിറ്റൽ വി ആണ്. ഓക്കെ. ഇനി 1.6 × 10⁻⁻19 അല്ലേ? ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾസിലേക്ക് ആക്കണ്ടേ? അപ്പോൾ ഇതിൽ നിന്ന് യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 6.24 × 10⁴ m/s. കണ്ടോ? നല്ല ഉഗ്രം ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +1ഉം +2ൻ്റെ പോർഷൻ ക്ലബ് ചെയ്തിട്ടുള്ള. ക്ലിയർ ആയാ? 199 തൊട്ടാടോ. പിയും ലാംഡേൻ്റെയും അല്ലേ? മൊമെൻറ്റും ലാംഡയും അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ സി ആണ് ഗ്രാഫ് വരിക. എച്ച് ഉണ്ടല്ലോ, h/λ അല്ലേ? ടിഷ്ക ഞാൻ പറയാൻ നിൽക്കണില്ല. 199 നോക്കിയാൽ ഇതാക്കണം. The binding energies of nuclei A and B are E1 and E2 respectively. 2 atoms of A fuse എന്ന് പറയുന്നത് ഫ്യൂഷൻ ആണല്ലേ? To give 1 atom B and energy Q is released. Sorry. Okay. 2 atoms of A is fusing with 1 atom of B and an energy Q is released. അപ്പോൾ ക്യൂവിൻ്റെ റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അത് എളുപ്പമല്ലേടോ? ഞാൻ വലിയ ക്യൂ ഒക്കെ കണ്ടപ്പോൾ വലിയ നേരം നോക്കി. അപ്പോൾ എന്താ പറയണേ? ഫ്യൂഷനിലുണ്ടാവണത് ഒരു ഡോട്ടർ ന്യൂക്ലിയസ് ആണ്. സൺ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതരുതിട്ടാ, ഡോട്ടർ ന്യൂക്ലിയസ് എന്നാണ് അതിൻ്റെ ടേം. റൈറ്റ്. അതിൽ എപ്പോഴും ഒരു ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബൈൻഡിങ് എനർജി എപ്പോഴും പാരന്റ് ന്യൂക്ലിയസിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ക്യൂ എന്ന് പറയണത് എന്താണ് ശരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ? 2 അല്ലേ ബീൻ്റെ? അത് ബി ഒരാളല്ലേ ഉള്ളൂ. എ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ ക്യൂ ഇസ് ഈക്വൽ ടു E2 - 2E1. മനസ്സിലായി ഹേ? റൈറ്റ്. വേറെ സിമ്പിളാണോ? ഓക്കെ. ഐശ്വരാ, കുറച്ച് നീല മാർക്കിങ്സ് കൂടുതലായിപ്പോയി. ഇത് മാച്ചാൽ അത് പേപ്പർ പോവില്ല. ഓക്കെ. ഇനി 197 നോക്കട്ടെ. ഓക്കെ. 197ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഐ വുൾ പ്രിഫർ ദാറ്റ് യു ഗൈസ് വാച്ച് ദ വീഡിയോ ആൻഡ് ട്രൈ ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ?
ത്രഷോൾഡ് ഫ്രീക്വൻസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എ ഗാമ റേ ഫോട്ടോൺ അല്ലേ ക്രിയേറ്റ്സ് എൻ ഇലക്ട്രോൺ പോസിട്രോൺ പെയർ. ആഹാ, നല്ല ഗുണം ക്വസ്റ്റ്യനാണ്. ഇഫ് ദ റെസ്റ്റ് മാസ് എനർജി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ ഇസ് 0.6 അതല്ലേ പറഞ്ഞിട്ടില്ല, right? 0.6 mega electron volt and total kinetic energy is given as 0.76 mega electron volt. The energy of the gamma ray should be then അല്ലേ ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ഇതൊന്നുമില്ല. നോക്കിയേ, അയ്യോ ഞാൻ 197 എന്ന് പറഞ്ഞ് 196 വായിച്ച്. പോട്ടെ, ഞാൻ 197 വായിക്കാം കേട്ടോ, സോറി. 196 എന്ന ഒരു കാര്യം എന്താ പറയുന്നത്, ഗാമ റേ ഫോട്ടോൺ ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രോൺ പോസിട്രോൺ പെയർ if the rest mass of energy of the electron is 0.6 mega electron volt. Total kinetic energy of the positron pair is 0.76 mega electron volt. The energy of the gamma ray photon must be energy photon എന്താടോ, ഇലക്ട്രോണും പോസിട്രോണിൻ്റെയും മാസ് എനർജി പ്ലസ് ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് അല്ലേ. ഗാമ റേ ഫോട്ടോൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഇലക്ട്രോൺ പോസിട്രോൺ പെയറാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെയും തന്നിട്ടുണ്ട്, പോസിട്രോണിൻ്റെ എനർജിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ സമ്മാനിക്കണമല്ലോ ഗാമ റേൻ്റെ. ഗാമ റേ ഫോട്ടോൺ കൊണ്ടാണ് ഇലക്ട്രോണും പോസിട്രോൺ പെയർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗാമ റേൻ്റെ എനർജി എന്തായിരിക്കണം? ഇത് ക്രിയേറ്റ് ചെയ്യാനല്ലേ ഗാമ റേ കൊടുത്തത്. അപ്പോൾ ഗാമ റേൻ്റെ മിനിമം എനർജി ഇവർ രണ്ട് സമ്മാനിക്കണം. റൈറ്റ്. സോ 0.6 + 0.76 എത്ര വരിക? 667 എത്രയാണ് വരിക? എന്നെ നോക്കട്ടെ, ഞാൻ എഴുതാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ക്ലിയർ? അത്ര ഒരു 0.6 നോക്കിയിട്ട് 0.6 ഷേടാ അതെന്താ എഴുതാത്ത? 0.6 പെന്നെ എഴുതണില്ല. 0.6 + 0.76 6 + 7 6 + 7 എത്ര? 13 അല്ലേ? 1.36 ആൻസർ കിട്ടിയല്ല. എണ്ണത് മനക്കണക്ക് ചെയ്താൽ മതിയായിരുന്നു. ഞാനിത് തന്നെയാണ്. ഞാൻ പേന എഴുതുന്നില്ലല്ലോ, പേന മാറ്റേണ്ടി വരുമോ? ഈശ്വര. ഓക്കെ ഞാൻ ഏത് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ? ഈ ക്വസ്റ്റ്യൻ കേട്ടോ, സോറി. 197. When radiation of wavelength lambda is incident on a metallic surface, the stopping potential is 4.6 volts, right? If the same surface is illuminated with a radiation of double the wavelength, then the stopping potential becomes 1.53 volts. Again, ortho stopping potential depends upon frequency. Obviously frequency depend on wavelength depend, right? Then the threshold wavelength of the surfaces. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേ, if the incident wavelength lambda ആണെങ്കിൽ stopping potential 4.6ഉം 2 ലാംഡ ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 1.53 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ത്രഷോൾഡ് വേവ് ലെങ്ത് എന്താണെന്നാണ്, റൈറ്റ്? അപ്പോൾ ത്രഷോൾഡ് വേവ് ലെങ്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നൊക്കെ വരുമ്പോൾ യു ഹൈസ് ഹാവ് ടു റിമെമ്പർ ദാറ്റ് കൈനറ്റിക് എനർജീനെ EV0 എന്ന് എഴുതാം. നല്ല നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നോട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ ചില ബുക്കിൽ അല്ലെങ്കിൽ ഞാൻ എടുത്ത മാതിരി S ഒന്നും എഴുതാം. ഇറ്റ്സ് നോട്ട് റോങ്, right? Is equal to hc by lambda minus hc by lambda naught, where lambda naught is the threshold frequency, threshold wavelength. ഞാനൊരു ഭംഗിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിന് സാധനത്തിനൊന്ന് ചെറുതാക്കിയിട്ട് I'm going to write it as hc 1 by lambda minus 1 by lambda naught. സെയിം തന്നെയാണ് കേട്ടോ, അല്ലേ? ജസ്റ്റ് എനിക്കൊരു എളുപ്പപ്പണി ചെയ്തു എന്നുള്ളൂ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എനിക്ക് എന്ത് എഴുതാം? hc/e 1 by lambda minus 1 by lambda. ദിസ് ഈസ് ജനറൽ ഫോർമുല അല്ലേ? അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് രണ്ട് വാല്യൂസ് വെച്ചിട്ട് തന്നല്ലോ. ഒരെണ്ണം 4.6 തന്നിട്ടുണ്ട്, ഒരെണ്ണം 1.53 അല്ലേ? ഇല്ലടോ. ഓക്കെ. ചില സമയത്ത് ചിലപ്പോൾ ഞാൻ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരുത്തുട്ടോ. ആസ് ജസ്റ്റ് ലൈക്ക് എ ഹ്യൂമൻ ബീങ് മൈ കാൽക്കുലേഷൻ മൈറ്റ് ബി മിസ്റ്റേക്ക്, ബട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ ബേസ് ഓഫ് ഇറ്റ്. പിന്നെ കാൽക്കുലേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കുമായിരിക്കും. എവിടം വരെ എത്തി മറന്നുപോയല്ലോ. അപ്പോൾ 1.56 വരുമ്പോൾ എന്താ? hc/e, റൈറ്റ്? 1 by lambda അല്ലേ? ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് 1 by lambda മൈനസ് 1 by lambda നോട്ട്. സെയിം മെറ്റൽ അല്ലേ? അപ്പോൾ ത്രഷോൾഡ് വേവ് ലെങ്ത് സെയിം ആണ്. hc/e, റൈറ്റ്? ഇപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് എന്തായെന്ന് പറഞ്ഞാൽ 2 lambda മൈനസ് 1 by lambda നോട്ട്, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരെ ഒന്ന് ഡിവൈഡ് ചെയ്യുക, റൈറ്റ്?
ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ HC/E ഒക്കെ ക്യാൻസൽ ആയിക്കോളെ. റൈറ്റ് 4.6 3 മൾട്ടിപ്ലൈ ചെയ്ത് 9 15 4.59 ഇല്ലേ? അപ്പോൾ ജുഗാടൊപ്പിക്കേട്ടാ. അതെ, കറക്റ്റ് വാല്യൂ കിട്ടണം നിർബന്ധം പിടിക്കരുത് കേട്ടോ. ഏതാണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4.59 വരും. അത് നമുക്ക് 4.6 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് 3 എഴുതുക. ദാറ്റ്സ് ഹൗ യു സപ്പോസ് ടു ഡു ഇറ്റ് മാൻ. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. അല്ലെങ്കിൽ ഇരുന്നിട്ട് ഡെസിമൽ വാല്യൂ ഉണ്ടാകാൻ നിൽക്കേണ്ടി വരും. റൈറ്റ് 1/2 ലാംഡ മൈനസ് 1/λ0. റൈറ്റ് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 3/2 ലാംഡ മൈനസ് 3/λ0 ഇസ് ഈക്വൽ ടു 1/λ മൈനസ് 1/λ0. 3/2 ലാംഡ മൈനസ് 1/2 ലാംഡ ഇസ് ഈക്വൽ ടു 2/λ0 അല്ലേ? അപ്പോൾ λ0 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 4 ലാംഡ എന്ന് വരും. ആൻസർ കിട്ടിയാൽ. സോ വാട്ട് ഇസ് ദ ത്രെഷോൾഡ് വേവ് ലെങ്ത്? 4 ലാംഡ. അത് അത്ര ടഫല്ല. അപ്പോൾ ഞാനിതൊന്ന് വായിക്കാം. ഇതൊന്നും ഒരുമിച്ച് കളഞ്ഞാലോ? ഇതിൽ ഇരട്ടി നേരം പോകുന്നുണ്ട്. ഞാനിങ്ങനെ പീസായിട്ട് കളയുമ്പോൾ പോയില്ല. ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ പോകുന്നു. പറഞ്ഞോളൂ. ഞങ്ങളോട് നല്ല ഉഗ്രം മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുമെന്ന് എനിക്കൊരു പിടിയില്ല. എന്നാലും ഞങ്ങളോട് നല്ല മഴയാണ്. ഇനി ഏതാ ക്വസ്റ്റ്യൻ വേണ്ടേ? ഹലോ സപ്പോസ് 192 questions here. A monochromatic light of photon energy 3.6 electron volt falls on a hollow metal sphere of work function 2.4 electron volt. The outer radius is given, which is 12 centimeter, and inner radius is given 6 centimeter. After some time, the photoelectric emission stops. The maximum possible total number of photoelectrons. അതായത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് എനർജി ഇൻസിഡൻ്റ് ആവുന്നുണ്ട് 3.6 ഇലക്ട്രോൺ വോൾട്ട്. അതൊരു ഹോളോ മെറ്റാലിക് സ്ഫിയർ ഉണ്ട്, മെറ്റലാണ്. അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 3.4 ഇലക്ട്രോൺ വോൾട്ട്. ഔട്ടർ റേഡിയസും തന്നിട്ടുണ്ട്, ഇന്നർ റേഡിയസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എമിഷൻ എന്താവാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം എന്താടോ? അപ്പോൾ നമുക്കറിയാമല്ലോ, ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ഫിയറിന് എന്താ വരിക? ചാർജ് ഒരെണ്ണത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോവുകയാണ് അല്ലേ? അപ്പോൾ അത് സ്ഫിയറിന് എന്താ വരിക? പോസിറ്റീവ് ചാർജാണ് വരിക അല്ലേ? അപ്പോൾ എമിഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക? ഈ സ്ഫിയറിലപ്പോൾ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ വരും. ആ പൊട്ടൻഷ്യലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഈക്വൽ ആകുമ്പോഴാണ് ഇനി ഫർദർ ഇലക്ട്രോൺ എമിഷൻ ഉണ്ടാവാതിരിക്കുക. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഫോട്ടോ ഇലക്ട്രോണിക് എമിഷൻസ് വരുന്നുണ്ടല്ലോ, ഇൻസിഡൻറ്റ് റേഡിയേഷൻസ് നമ്മുടെ സ്ഫിയറുമ്പോൾ വരുമ്പോൾ. അപ്പോൾ സ്ഫിയറിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടും, ഫോട്ടോ ഇലക്ട്രോൺസ് ചാടും. അപ്പോൾ സ്ഫിയർ ഗെറ്റ്സ് വാട്ട് ഇസ് നോൺ ആസ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ദ റേഡിയസ് പൊട്ടൻഷ്യൽ ദറ്റ് ലെറ്റ്സ് സേ ദറ്റ് ഇസ് KQ/R. ആർ പറഞ്ഞ റേഡിയസ് കേട്ടോ. പോട്ടെ. അത് when it equals to stopping potential, right, of that metal surface totally, then you can say that the sphere stops. Any more photoelectron motion ഇനി നടക്കൂല. ക്ലിയർ ആവുണ്ടോ? വെച്ചാൽ ഈ രണ്ടിടത്തിൻ്റെ പൊട്ടൻഷ്യൽ ഈക്വൽ ആയില്ലേ, ഇനി നമുക്ക് ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കാനുള്ള എനർജി ഉണ്ടാവില്ല. ആൻഡ് വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആസ് പെർ ദ ക്വസ്റ്റ്യൻ? എവിടെ ക്വസ്റ്റ്യൻ? നമ്മൾ കൊടുക്കുന്നത് 3.6 ഇലക്ട്രോൺ വോൾട്ടാണ്. വർക്ക് ഫംഗ്ഷൻ 2.4 ആണെങ്കിൽ ഇവർ രണ്ടിൻ്റെ ഡിഫറൻസ് അല്ലേ? റൈറ്റ്, ഓർമ്മ ഉണ്ടെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. റൈറ്റ്, സോ VS is equal to 3.6 minus 2.4. അത് ഞാൻ എഴുതാൻ നിൽക്കണില്ല. ഏതാണ്ട് 1.2 വോൾട്ടാണ് എന്ത് നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലേക്ക് കിട്ടുക. സോ KQ/R is equal to 1.2 വോൾട്ട് എന്ന് വരും. ഇതിൽ നിന്ന് Kൻ്റെ വാല്യൂ എഴുതണ്ട, Qനെ നമുക്ക് എഴുതാം 1.2R/K എന്ന് എഴുതാം. ഇതിൽ കൂടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്കതല്ല ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല ചോദിച്ചിരിക്കണേ. മാക്സിമം പോസിബിൾ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? Q/E അല്ല, Q = NE വെച്ചിട്ട് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. അപ്പോൾ Qൻ്റെ സ്ഥലത്ത് 1.2R/K, ഇൻ്റെ ഇവിടെ E എന്ന് എഴുതുക. അപ്പോൾ K ഒക്കെ താഴ്ന്നിട്ട് വരുമ്പോഴല്ലോ. സോ 1.2. അതായത് ഏത് റേഡിയസ് എടുക്കാം? ഇന്നർ റേഡിയസ് ഡസൻ പ്ലേ എനി ക്യാരക്ടർ, ബിക്കോസ് നിങ്ങൾക്കറിയാം സ്ഫിയറിലാണെങ്കിലും എന്താ എല്ലാം ചാർജ് സർഫസിലാണ് പോയി കിടക്കുക.
So charge distribution is on the surface. So outer radius 12 centimeter എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.12 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് എത്രയാണ് 9 × 10⁻9 ഓർമ്മ ഉണ്ടോ എന്നറിയില്ല ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1.6 ഇൻറ്റു ചാർജ് ചെയ്തിട്ടുണ്ട് ഇൻ്റെ 10⁻−19 9 12 12 14 ഇത് 4 16 പോലെ 4 ഇവിടെ 3 കട്ട് ചെയ്യാൻ 9 12 മിച്ചം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ബാക്കി 10⁻⁴ മാത്രം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. സോ യൂട്ട് ഇസ് 10⁻8. എന്തുകൊണ്ടാണ് ബാക്കി എല്ലാത്തിലും എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 10⁻8 അല്ലെങ്കിൽ 10⁻10 വരാവുള്ളൂ. ക്ലിയറായ റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് പോവാം. ചേട്ടാ ശരി, എന്തൊരു കഷ്ടം അത്. ഇത് നോക്കിയേ, മാസ് ഓഫ് യുറേനിയം 235 ഓക്കെ റിക്വയർഡ് പെർ ഡേ ഫോർ ജനറേറ്റിംഗ് 1 മെഗാവാട്ട് പവർ ഈസ്, അതായത് ഒരു എനർജി റിലീസ് പെർ ഫിഷൻ, ഒരു പെർ ഫിഷൻ്റെ ഇത്രയാണ് എനർജി എങ്കിൽ ഒരു ദിവസത്തിൽ 1 മെഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഗ്രാം യുറേനിയം വേണമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര റിക്വയർ ഉണ്ട്, നമുക്ക് എത്ര ആവശ്യമുണ്ട്? 1 മെഗാവാട്ട് അല്ലേ. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാടോ 10⁻6 ആണല്ലേ. അപ്പോൾ നോക്കിയേ 24 മണിക്കൂറും 60 അല്ലേ, 60 മിനിറ്റ്സും 60 സെക്കൻഡ്സും റൈറ്റ്. സോ എനർജി റിക്വയർഡ് ഫോർ 1 ഡേ എത്രയാടോ 10⁻6 ഇൻറ്റു 3600 ഇൻറ്റു 24 ഹവേഴ്സിൻ്റെ കൂടി എടുക്കുക അല്ലേ. എത്രയും ജൂൾസ് വേണം അല്ലേ. ആൻഡ് യു ആർ ഗിവൺ എനർജി പെർ ഫിഷൻ എത്രയും തന്നിട്ടുണ്ട് 32 ഇൻറ്റു 10⁻−12 ജൂൾസും തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഓക്കെ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് അല്ലേ, ഇത്രയും ജൂൾസാണ് നമുക്ക് ആവശ്യം. ഓരോ ഫിഷനും ഇത്ര ജൂളാണ് എനർജി എമിറ്റ് ചെയ്തെങ്കിൽ എത്ര ആറ്റംസ് ഇൻവോൾവ് ആയിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ, ഒരു ഫിഷനിൽ അതായത് ഒരു ഫിഷൻ എന്താ ഒരു പീസ് ഒരു ആറ്റം രണ്ടായി തകരുമ്പോൾ ഇത്ര ജൂൾസ് എനർജിയാണ് എമിറ്റ് ചെയ്യേണ്ടത്. നമുക്കാവശ്യം ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആറ്റംസ് ആയിരിക്കണം അതിൽ പങ്കെടുക്കേണ്ടത് ഇത്ര ജൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട്? ഓരോ ആറ്റമിൽ നിന്ന് ഇത്രയേ വരുള്ളൂ. ഇത്ര കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ആറ്റംസ് എത്ര വേണം? റൈറ്റ്, അത് ശ്രദ്ധിച്ചേ. നമ്പർ ഓഫ് ആറ്റംസ് വിച്ച് ഇസ് റിക്വയർഡ് ഓർ have or participate to generate this much amount of joules is, രണ്ടെണ്ണം ഡിവൈഡ് ചെയ്യടോ, എത്ര 3600 ഇൻറ്റു 24 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 10⁻−12 2700 ഇൻറ്റു 10⁻18 വരെ. ഇത്രയും ആറ്റംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് ആവശ്യമുള്ള 10⁻6 വാട്ട് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എത്രയും കിട്ടിയ അയ്യോ ഇനി നമ്മൾ യുറേനിയത്തിൻ്റെ കേസിൽ പോകണം. യുറേനിയത്തിൽ എത്രയും ആറ്റമിക് മാസ് 235 ഗ്രാം അല്ലേ. അതിലെത്ര ആറ്റംസ് ഉണ്ടാവുക? അവഗേഡ്രോ നമ്പറാണ് 6.025 ഇൻറ്റു 10⁻23 ആറ്റംസ്. എത്ര ആറ്റം പങ്കെടുക്കണം? എത്ര? അപ്പോൾ എത്ര ഗ്രാം ആവശ്യമുണ്ട്? ഇത് കെമിസ്ട്രിയാണ് കേട്ടോ. ദാറ്റ് ഈസ് 235 ഡിവൈഡ് ബൈ ഒരു ആറ്റത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ 6.025 ഇൻറ്റു 10⁻23. എത്ര ആറ്റം വേണം? 2700 ഇൻറ്റു 10⁻18. അപ്പോൾ എത്ര ഗ്രാം വരും? 1.05 ഗ്രാംസ് വേണം. ഇത്ര ആറ്റം ഉണ്ടാവാൻ എത്ര ഗ്രാം ഓഫ് യുറേനിയം? 235 ഗ്രാംസിൽ ഇത്രയേ ഉള്ളൂ റൈറ്റ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാം എത്ര വരും? തലതിരിച്ചാലോക്കെ സോറി, ഒരു ആറ്റത്തിന് എത്ര ഗ്രാം വരും റൈറ്റ്. അപ്പോൾ ഇത്ര ആറ്റത്തിന് എത്ര ഗ്രാം വരും? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതാണ് കേട്ടോ. അയ്യോ ഇതൊക്കെ കെമിസ്ട്രിയിൽ പഠിച്ചതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. മാച്ച് കളയാൻ പറ്റുന്നുണ്ടോ? മാച്ച് കളയോ. അയ്യോ ചെത്തിപ്പോയ. ഞാൻ വായിച്ചു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേണ്ട 190 നല്ല ക്വസ്റ്റ്യനാണ്. എളുപ്പമാണ്, അത് തന്നെയാവുന്നുള്ളൂ. ഹാഫ് ലൈഫ്
10 years. അതിപ്പോൾ അത് കുഴപ്പമില്ല. ഒരെണ്ണത്തിൻ്റെ ഹാഫ് ലൈഫ് ഇസ് 10 years നോക്കിയിട്ട് നോക്കിയേട്ടാ 189 നോക്കട്ടെ. ഇതെനിക്ക് ആദ്യം ബെക്യൂറിൽ കണ്ടപ്പോൾ ഒരു നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഒരു ക്വസ്റ്റ്യൻ ബെക്യൂറിൽ. അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് എ സബ്സ്റ്റൻസ് എ ഈസ് 1 hour. 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് പകുതിയായിട്ടുണ്ടാവും. അതേമാതിരി അതിൻ്റെ എമൗണ്ടും പകുതിയായിട്ടുണ്ടാവും, അതിൻ്റെ ആക്ടിവിറ്റിയും പകുതിയാവും. ഹാഫ് ലൈഫ് ഓഫ് അനദർ സബ്സ്റ്റൻസ് ബി ഈസ് 10 years. മറ്റേ വസ്തു പകുതിയാവണമെങ്കിൽ 10 വർഷം, അതല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി പകുതിയാവണമെങ്കിൽ 10 വർഷം. ദ മിക്സ്ചർ ഓഫ് 2 substances ഹാസ് ആൻ ആക്ടിവിറ്റി ഓഫ് 1000 becquerel, റൈറ്റ്? ആഫ്റ്റർ 1 hour, അതായത് തുടക്കത്തിൽ 1000 becquerelലാണ് അവരുടെ സം ഓഫ് ആക്ടിവിറ്റി ഡ്രോപ്സ് ടു 900. ദ ആക്ടിവിറ്റി ആഫ്റ്റർ 20 years ഇസ്. നല്ല ക്വസ്റ്റൻ ആയിരുന്നു. അത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നു കേട്ടോ. Sorry for the time taking, for extra time which I took. Right. So, നോക്കിയേ, ഇനീഷ്യലായിട്ട് തുടങ്ങിയ അവസരം, ലെറ്റ്സ് സേ ഒരെണ്ണത്തിൻ്റെ ആക്ടിവിറ്റി R1 ഒരെണ്ണത്തിൻ്റെ ആക്ടിവിറ്റി R2 രണ്ടും കൂടി 1000 becquerel പറഞ്ഞത് അല്ലേ? 1 hourന് ശേഷം ഒരാൾ പകുതിയാവില്ലേ? മറ്റേ ആൾ അപ്പോഴും പകുതിയായി ഉണ്ടാവില്ല. അയാളുടെ റേറ്റ് അതേ സ്പീഡിൽ തന്നെ പോകണം. വെച്ചാൽ അയാൾക്ക് പകുതിയാവണമെങ്കിൽ 10 വർഷം എടുക്കും, റൈറ്റ്? പക്ഷേ അവരുടെ സമ്മ് ഓഫ് ആക്ടിവിറ്റി എത്രയാണ്? 900 ആയിട്ടുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക? 1/2 100 വരും. 100 ഇപ്പോൾ R1 വിൽ ബി ഈക്വൽ ടു 200. R1 200 ആണെങ്കിൽ R2 വിൽ ബി 800 അല്ലേ? R2 വിൽ ബി 800. അപ്പോൾ ആക്ടിവിറ്റി ഓഫ് ബോത്ത് ഓഫ് ദിസ് ഗൈസ് കിട്ടി അല്ലേ? അതിൻ്റെ അർത്ഥം നോക്കിയിടൂ, 10 വർഷം എടുക്കും R2/2 ആവണമെങ്കിൽ, പകുതി ആവണമെങ്കിൽ. അപ്പോൾ 20 വർഷത്തിൽ എത്രയാവും? R2/4 ആവണ്ടേ? നെക്സ്റ്റ് ഇത് ഡബിൾ അല്ലേ, റൈറ്റ്? ക്ലിയർ ആവുന്നത്. സോ R2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800/4 എത്രയാടോ? 200 becquerelലാണ് ഇപ്പോഴത്തെ എമൗണ്ട്. സമജ്മയായ ഓഫ് ദ സെക്കൻഡ് വൺ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് ലോജിക്ക് മനസ്സിലായ സാധനം പോരും. അയ്യോ, അതവിടെ ഇരിക്കട്ടെ, ശരിയാവില്ലെങ്കിൽ. ആവില്ല. പോട്ടെ, ഇനി കൂടുതലാക്കി കഴിഞ്ഞാലേ കഷ്ടപ്പെടും ഞാൻ. നെക്സ്റ്റ് 188ാമത്തെ ക്വസ്റ്റ്യൻ. ദ ചേഞ്ച് ഇൻ വെലോസിറ്റി of an electron of a singly ionized hydrogen അല്ലേ, ഹീലിയം അല്ലേ? അതാണ് വലുതാക്കാത്തതിൻ്റെ പ്രശ്നം, റൈറ്റ്? ഹീലിയം ആറ്റം മേക്കിംഗ് ട്രാൻസിഷൻ from higher to lower energy state is same as that of the change in velocity of an electron of a hydrogen atom falling from n is equal to 2 to ground state. അതായത് ഹീലിയത്തിൻ്റെ വെലോസിറ്റി, ഒരു ഇലക്ട്രോണ് ട്രാൻസിഷൻ വരെയാണ് എന്താണ്, ഒരു ഹയർ എനർജിന്ന് താഴേക്ക്, അത് ലെവൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതേ എനർജിയാണ് എന്താണ്, വെലോസിറ്റിയാണ് എന്താണ്, ഹൈഡ്രജൻ ആറ്റം രണ്ടാമത്തെ നിലയിൽ എനർജി ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലേക്ക് ചാടുമ്പോൾ സെയിം വെലോസിറ്റി ആണെന്നാണ് പറയണത്, ഹീലിയത്തിൻ്റെയും ഹൈഡ്രജൻ്റെ കേസ്. Now you are asked what is the shortest wavelength emitted by the helium ions to that emitted by the hydrogen atom. Ratio ആണ് ചോദിച്ചിട്ടുള്ളത്. That is lambda of He plus by lambda of H. ഓക്കെ, ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയുമെന്നറിയില്ല, വെലോസിറ്റിൻ്റെ ഇക്വേഷനിൽ യു ഹാവ് ഫൗണ്ട് ദാറ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z/n. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഫോർമുല, റൈറ്റ്? ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഹീലിയത്തിന് എഴുതണം, ഹൈഡ്രജനാണ് നല്ലത്. ഹൈഡ്രജൻ്റെ വാല്യൂസ് വന്നിരിക്കണേ, ഹൈഡ്രജൻ്റെ കേസ് അറിയാം. അവിടെ വെലോസിറ്റി ചേഞ്ച് ആണല്ലോ വരുന്നത്, ഈസ് ഈക്വൽ പ്രൊപ്പോർഷണൽ ടു എന്താ, Z എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 1/, എവിടെ നിന്ന് എവിടേക്ക് ചാടണ മാതിരിയാ? 2 1 ചാടണ മാതിരി. അപ്പോൾ ഇങ്ങനെ അല്ലേ എഴുതാൻ പറ്റുള്ളൂ, റൈറ്റ്? Z1 അല്ലടോ, റൈറ്റ്? ഇസ് ഈക്വൽ ടു 1/2, റൈറ്റ്? ഇനി അതേമാതിരി ഹീലിയം പ്ലസിൻ്റെ കാര്യം നോക്കാം കേട്ടോ. അതിൻ്റെ വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു Z. എവിടെ എത്രയാ? 2 ആണ് ഹീലിയത്തിൻ്റെ അല്ലേ? 1/n1 - 1/n2. എനിക്ക് അറിഞ്ഞൂടെ എവിടെ നിന്ന് എങ്ങടാണ്, ഓർമ്മയുണ്ടല്ലോ,
റൈറ്റ്. പക്ഷെ നമ്മളോട് പറയേണ്ടത് ഹൈഡ്രജൻ ഹീലിയത്തിൻ്റെ ഈ ട്രാൻസിഷൻ തരുമ്പോൾ വെലോസിറ്റി സെയിം ആണെന്നല്ലേ. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കണം? 1/2 ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം? 1/n1 - 1/n2 = 1/4 എന്ന് എഴുതാൻ പറ്റും. എഴുതി കൂടെ? റൈറ്റ്, ക്ലിയർ. അപ്പോൾ ഇതിൽ നിന്ന് ഏതിൽ 1/n1 - 1/n2 ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആവണമെന്നുണ്ടെങ്കിൽ n1 ഉം n2യുടെ വാല്യൂ മിനിമം എന്തായിരിക്കണം? ആലോചിച്ച് നോക്ക്. 4 ആവണമെങ്കിൽ ജസ്റ്റ് കറസ്പോണ്ടിങ് ലെവൽസ് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലാവണമെങ്കിൽ ഒന്ന് നോക്കട്ടാ. n1 ഷുഡ് ബി മിനിമം 2 ആൻഡ് n2 ഷുഡ് ബി ഈക്വൽ ടു 4. അതാണ് പ്രോപ്പർ വാല്യൂ വരുള്ളൂ 1/4 വരണമെങ്കിൽ. ഓക്കെ, 1/2 - 1/4 വരുമ്പോഴാണ് 1/4 എന്ന് ആൻസർ വരിക. സോ ബെസ്റ്റ് വാല്യൂ ഫോർ n1 and n2 ഇസ് 2 and 4. ക്ലിയർ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എനർജി ഓഫ് ഹീലിയം ബൈ എനർജി ഓഫ് ഹൈഡ്രജൻ എന്തെന്ന് എഴുതാം? Z²/n² അല്ലേ. അപ്പോൾ 2² വരും ഹീലിയത്തിൻ്റെ, ഇവിടെ 1² വരും, ഇവിടെ 1/2² - 1/4² അല്ലേ. ഇവിടെയോ 1/1² - 1/2². റൈറ്റ്. ഇത് രണ്ടിൻ്റെ വാല്യൂ ഒന്നാണ് വരിക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ എനർജി സെയിം ആണെങ്കിൽ, റേഷ്യോ സെയിം ആണെങ്കിൽ ലാംഡ ഓഫ് He ബൈ ലാംഡ ഓഫ് ഹൈഡ്രജൻ ഇസ് ഓൾസോ ഈക്വൽ ടു 1. ക്ലിയർ ആവണ്ട? റൈറ്റ്, ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞത് മനസ്സിലായല്ല? അപ്പോൾ പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻസും മീൻസ് എല്ലാം മിക്ക ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവനാൻ്റെ സൈഡിൽ നിന്നും കുറച്ച് വർക്ക് ചെയ്യണം കേട്ടോ. ഒബ്വിയസ്ലി ഇടുമോ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു HC വർമ്മ നിങ്ങൾ എടുത്ത് നോക്കിയാൽ 400-500 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ചാപ്റ്ററിൽ തന്നെ അല്ലേ. അപ്പോൾ അത് മുഴുവൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരും അല്ലേ. എന്നാൽ അതിലും കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസൊക്കെ യു ക്യാൻ സീ ഇൻ ബുക്സ്, റൈറ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നും വർക്ക് ചെയ്യണം, റൈറ്റ്. അലോങ് വിത്ത് ഇറ്റ് യു ഗൈസ് ഹാവ് ടു ഗോ ഫോർ CBSE ബോർഡ് ക്വസ്റ്റ്യൻസും ഹാൻഡിൽ ചെയ്യണം കേട്ടല്ല. അപ്പോൾ ഇനി പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ചാപ്റ്റർ 14 വിച്ച് ഇസ് സെമി കണ്ടക്ടറിൻ്റെ ഭാഗമാണ് കേട്ടോ. സെമി കണ്ടക്ടർ ആൻഡ് ഡിവൈസസ് ആണ്. പക്ഷെ ഞാൻ സെമി കണ്ടക്ടർ എന്ന് വെച്ചിട്ട് എഴുതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ മടിയായതുകൊണ്ടാണ്. സെമി കണ്ടക്ടർ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടർ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ വാക്കായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേരിൽ നിന്ന് അർത്ഥം ഏതാണ്ടൊക്കെ ഐഡിയ കിട്ടും. എന്നാലും ഇതെന്താണ് സാധനം? അപ്പോൾ എനിക്ക് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നൊക്കെ പറയണില്ലേ, IC ചിപ്പ് എന്നൊക്കെ പറയണത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സെമി കണ്ടക്ടർ. സോ ഈ സാധനം നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് പറയല്ലേ നല്ലത്. അതായത് നമ്മൾ PCB ബോർഡ് എന്നൊക്കെ പറഞ്ഞതിൽ കണ്ടിട്ടുണ്ടാകും. കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, കുറേ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അതിൽ ട്രാൻസിസ്റ്റർ ഒരു സെമി കണ്ടക്ടറാണ്, IC ചിപ്പ് ഒരു സെമി കണ്ടക്ടറാണ്, ഡയോഡ് ഒരു സെമി കണ്ടക്ടറാണ്. അപ്പോൾ നമ്മുടെ MCB ബോർഡിലെ വയറിങ്ങിൽ സോൾഡറിങ്ങും നമ്മുടെ സാധാരണ കപ്പാസിറ്ററും റെസിസ്റ്റേഴ്സും ഒഴിച്ച് ബാക്കി കുന്ത്രാണ്ടങ്ങൾ കാണും മിക്ക സാധനങ്ങളും എന്താ? സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇതിന് പ്രത്യേകമായ ടോപ്പിക്കിൽ തന്നെ എടുക്കണമെന്നുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയയാണ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഡിഗ്രിയിൽ പോയി കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ സെക്ഷൻ ഒരു പ്രത്യേക ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണത്, ഒരു ഫ്രാഞ്ചൈസ് എന്നൊക്കെ പറയാം. ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സെമി കണ്ടക്ടർ. ആൻഡ് ഓർ ഐ ക്യാൻ സേ ഒരു ഡിവൈസാണിത്, സെമി കണ്ടക്ടർ ഡിവൈസ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് പണ്ടത്തെ എപ്പോഴെങ്കിലും ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കുക, ഫസ്റ്റ് ടെലിവിഷൻ ഓർ അതായത് 1920s ഒക്കെ 1920s ഓർ 1950s ഒക്കെ എടുത്താൽ മതി. നമ്മുടെ അവിടെ എന്തിനോടോ, നമ്മുടെ അവിടെ 1980കളിലാണ് TV വന്നത്. മറ്റുള്ള ലോകത്തൊക്കെ ജനറലൈസ് ചെയ്ത് കേട്ടോ പബ്ലിക്കിന് കിട്ടിയത്. അതിലും ലൈസൻസ് വേണം. പണ്ട് റേഡിയോന് തന്നെ ലൈസൻസ് വേണം. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഒരാൾക്ക് റേഡിയോ സ്വന്തം വീട്ടിൽ വെക്കണം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയാൾക്ക് റേഡിയോ വെക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാർ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണ്ടേ, അതേമാതിരി റേഡിയോ യൂസ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം, അതേമാതിരി TV യൂസ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം എന്നൊക്കെ ആയിരുന്നു പണ്ട്.
ഇപ്പോഴൊക്കെ അത് അങ്ങനെ വലിയ പാപദ്യമൊന്നുമില്ല റൈറ്റ്. അപ്പോൾ ഇനീഷ്യൽ ടൈം വെൻ യു കൺസിഡേർഡ്, അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഫോട്ടോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ കമ്പ്യൂട്ടർ പണ്ടത്തെ ടി വി എന്ന് പറഞ്ഞാൽ ഇമാതിരി ഒരു ഒരു മുറി മുഴുവൻ എടുക്കുക. ടി വി അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ, മുറിയൊന്നും എടുക്കണ്ടാവില്ലേ. പക്ഷേ കമ്പ്യൂട്ടർ ഒബ്വിയസ്ലി ഫോർ വെരി ഹ്യൂജ്, ഒരു എൻറ്റയർ ഹാൾ എടുക്കുമായിരുന്നു റൈറ്റ്. ആൻഡ് അതിൻ്റെ വയറിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പറ്റ തള്ള സഹിക്കൂല. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ്സ് ആണ്. അതായത് പണ്ടത്തെ ടി വി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ പെട്ടിമാരി ഉണ്ടാവും, വലിയ പെട്ടി ഉണ്ടാവും, ഹ്യൂജ്. ഒരു മുറിയിൽ നല്ലൊരു ഭാഗം പോവും. അത് 4 അല്ലെങ്കിൽ 3-4 കുടുംബങ്ങൾക്ക്, അല്ലെങ്കിൽ 3-4 ഒരു കോളനിയിൽ തന്നെ കൂടി എഴുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2-3 ടി വി ഉണ്ടാവുള്ളൂ വന്ന അവസരം. അതും പണക്കാരുടെ കയ്യിലുണ്ടാവുള്ളൂ. ഒബ്വിയസ്ലി ഇത് വാങ്ങിക്കണമെങ്കിൽ നല്ല ക്യാഷ് വേണമായിരുന്നു അല്ലേ. പിന്നെ പ്രസ് ലൈസൻസ് ഓൾസോ. അത് ഇത്രയും ഭാഗം നിങ്ങൾ ചിലപ്പോൾ സ്ക്രീൻ ഉണ്ടാവുള്ളൂ. അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒബ്വിയസ്ലി ദൂരദർശനൊന്നും പോലും ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റൈറ്റ്. അപ്പോൾ ജസ്റ്റ് വല്ല പബ്ലിക് ന്യൂസസോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ മാത്രം ട്രാൻസ്മിഷൻസ് വന്നിരുന്നുള്ളൂ റൈറ്റ്. എന്നാൽ ഈ ടി വിൻ്റെ ബാക്കിൽ കണ്ട വലിയൊരു ചട്ട മരിയുണ്ടാവുക റൈറ്റ്. ആ ചട്ടേൻ്റെ ഭാഗം മുഴുവൻ തുറന്നിട്ടിരിക്കുക. അതിൽ നിറച്ചിങ്ങോട്ട് കേബിളിലെ മേളായിരിക്കും. അതായത് ഓരോ ഭാഗത്തിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലഗ് പോയിന്റുകളാണ് ഉണ്ടാവുക, ഹോൾസ് റൈറ്റ്. അതും കഷ്ടകാലത്തിന് സാധനം കറണ്ടിലാണല്ലോ ഓടുക. കഷ്ടകാലത്തിന് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി മൾട്ടിപർപ്പസ് ആണ്. അതിന് ഒരേ സമയത്ത് ശബ്ദം വരണം, ഒരേ സമയത്ത് സ്ക്രീൻ തെളിയണം എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് വയേഴ്സ് ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി, ടി വി ഹ്യൂജായി. അത് മാത്രമല്ല സാധനം ഹീറ്റാവും പെട്ടെന്ന്. സോ മോർ ദാൻ ഇത്ര മിനിറ്റ്സിനേക്കാളും കൂടുതൽ ടി വി വർക്ക് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ നേരം വർക്ക് ചെയ്താൽ ടി വി ഇടും അല്ലേ. അല്ലെങ്കിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യണമെന്നില്ല, ഒരു കൂടി വന്നാൽ ഒരു മാസമൊക്കെ നിൽക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ഇല്ല. യു ആർ ഇൻവെസ്റ്റിംഗ് എ ലോട്ട് ഓഫ് മണി ആൻഡ് യു ആർ ഗെറ്റിംഗ് എൻ എൻഡ് റിസൾട്ട് വിച്ച് ഇസ് നോട്ട് ഫീസിബിൾ ഇൻ നേച്ചർ അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിപ്ലവകരമായ ഒരു ചേഞ്ച് വന്നത് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് വാട്ട് ഇസ് നോൺ ആസ് സെമി കണ്ടക്ടേഴ്സ്. അതായത് പഴയകാല ഡിവൈസസിലൊക്കെ കറണ്ട് എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഇസ് ഗിവൺ ടു എ മെറ്റൽ. ഒബ്വിയസ്ലി മെറ്റൽസ് വയേഴ്സാണ് അല്ലേ. അതിൽ എത്രത്തോളം ഇലക്ട്രോൺസ് പോകാൻ പറ്റും അല്ലെങ്കിൽ എത്ര കറണ്ട് പോകാൻ പറ്റും എന്നൊന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആകെ ഇൻപുട്ടിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വയറിലൊരു ചേഞ്ച് നടത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ടി വി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് വയറിൽ നിന്ന് ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ആ കറണ്ട് എല്ലാ പോയിന്റിലും എത്തുകയാണ്, ടി വിയിലെ എല്ലാ വയേഴ്സിനും എത്തുകയാണ്. ദർ ഇസ് നോ കൺട്രോൾ ടു ദ എമൗണ്ട് ഓഫ് കറണ്ട് വിച്ച് ഇസ് റിസീവ്ഡ് ബൈ ദ ടി വി അല്ലേ. അപ്പോൾ വേറെ ഉണ്ടാകും, അതിൻ്റെ കൂടെ വേറെ ചൂടൊക്കെ വരികയാണെങ്കിൽ അതും ചേഞ്ചസ് വരാം. അപ്പോൾ വി ആർ നോട്ട് ദ പേഴ്സൺ ഹു ഇസ് കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് കറണ്ട്, ഓർ യു ക്യാൻ സേ എമോഷണൽ ചാർജസിൽ നമുക്ക് യാതൊരുവിധ എന്താണ് വി കനോട്ട് ഡു എനിത്തിങ് എന്ന് വെച്ചാൽ അത് നാച്ചുറൽ പ്രോസസ്സുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെമി കണ്ടക്ടർ എന്നൊരു ഡിവൈസ് വന്നത് വിച്ച് വി കുഡ് കൺട്രോൾ റൈറ്റ്. ക്ലിയർ? നമുക്ക് സെമി കണ്ടക്ടർ ഒരു കൺട്രോളബിൾ ഡിവൈസായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് റൈറ്റ്. ക്ലിയർ ആവുണ്ടാവും റൈറ്റ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് വന്നപ്പോൾ എന്തായി, എല്ലാ ഡിവൈസസും ഇപ്പോൾ നമ്മൾ നോക്കിയാലോ പണ്ടത്തെ മൊബൈലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ ഹ്യൂജാണ് അല്ലേ. പണ്ടത്തെ കമ്പ്യൂട്ടർ ഹ്യൂജാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് കയ്യിൽ കെട്ടി കിടക്കാം, മോതിരത്തിലുണ്ട്, മോതിരത്തിൻ്റെ സൈസ് വരെ ഉണ്ട് അല്ല, അതിന് മൾട്ടിപ്പിൾ സൈസ് ചെറുതുണ്ട്, റോബോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേസ്, സോ ഓൾ ദി ഡിവൈസസ് ആർ നൗ കംപ്രസ്ഡ് ആൻഡ് സ്മോൾ ഫോം റൈറ്റ്. അതെന്തുകൊണ്ടാണ് വന്നത്? ഡ്യൂ ടു ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ് റൈറ്റ്. അപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സിനൊക്കെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടക്ടേഴ്സിന് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഡിവൈഡ് ദം ഇൻ ദ ബേസിസ് ഓർ യു ക്യാൻ ഡിവൈഡ് ഓൾ ദ മെറ്റീരിയൽസ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് ബേസിക് കണ്ടക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റീൻ്റെ പേരിൽ നമുക്ക് വസ്തുക്കളെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മെറ്റൽസ് വിച്ച് ആർ ആക്ച്വലി കണ്ടക്ടേഴ്സ്, പിന്നെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി കേട്ടോ. പിന്നെ ഉള്ളത് ഏതാ, നമുക്ക് സെമി കണ്ടക്ടർ എഴുതാം അല്ലേ, അതല്ല മീഡിയം എടുക്കുന്നത് സെമി കണ്ടക്ടർ. ഞാൻ സെമി സീന്ന് എഴുതാൻ വരെ നിങ്ങൾ കൊണ്ടുപോയി നോട്ടിൽ സെമി സീന്ന് എഴുതരുതിട്ട് നിങ്ങൾ സെമി കണ്ടക്ടർ എന്ന് എഴുതണം. ദെൻ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഇൻസുലേറ്റർ റൈറ്റ്. ഇതിൽ നമുക്കറിയാം മെറ്റൽസിനാണ് ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റിയും ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റിയും ഉള്ള മെറ്റീരിയലാണ് മെറ്റൽസ്, ബിക്കോസ് ദേ ആർ വെരി വെരി ഗുഡ് കണ്ടക്ടേഴ്സ്. എന്നാൽ ഇൻസുലേറ്ററിന് കണ്ടക്ടിവിറ്റി വളരെ കുറവും
കണ്ടക്ടിവിറ്റി വളരെ കുറവും റെസിസ്റ്റിവിറ്റി വളരെ തലതിരിഞ്ഞു പോയാ insulator doesn't conduct, right? So its conductivity is very less. Sorry, അതല്ല തിരിഞ്ഞു പോയി. So insulators have a least amount of conductivity and high amount of resistivity. Clear? ഞാൻ തല തിരിച്ചു പോയിട്ടാ. ഓക്കെ, അപ്പോൾ മെറ്റൽസിന് റേഞ്ച് നോക്കാട്ടോ. ലെറ്റ്സ് സേ ഇത് നമുക്ക് റോ റെസിസ്റ്റിവിറ്റി എഴുതാം, കണ്ടക്ടിവിറ്റീന് സിഗ്മ, റൈറ്റ്, വിച്ച് ഇസ് ഇൻവേഴ്സ് ഓഫ് റോ ഒബ്വിയസ്ലി. റോൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഓം മീറ്റർ. ഇവിടെ നമുക്ക് സീമെൻസ് എടുക്കാം അല്ലേ, സീമെൻസ് മീറ്റർ റേസ്ഡ് മൈനസ് 1, റൈറ്റ്. ഓക്കെ, സോ മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റീൻ്റെ റേഞ്ച് 10⁻² to 10⁻8 ആണ്. എന്നാൽ കണ്ടക്ടിവിറ്റീൻ്റെ റേഞ്ച് 10⁻2 to 10⁸ ആണ്. Right, this is something which is already in your textbook. I'm just writing it. 10⁻5 to 10⁻6 ആണ് ആരുടെ കേസ് സെമി കണ്ടക്ടറിൽ. അല്ല 10⁻+6 ആണ് കേട്ടോ, തെറ്റിപ്പോയി, ടെക്സ്റ്റ് ബുക്ക് നോക്കിയത്. ഓക്കെ, 10⁻6. കണ്ടക്ടിവിറ്റി is from 10⁻5 to 10⁻6, right. ഇൻസുലേറ്ററിൻ്റെ 10⁻11 to 10⁻19 and its conductivity is from 10⁻11 to 10⁻19 Siemens per meter, right. ഇതാണ് classification based on resistivity and conductivity in the case of metals, semiconductors and insulators. ഇങ്ങനെയാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. മെറ്റലിന് ലീസ്റ്റ് എമൗണ്ട് ഓഫ് റെസിസ്റ്റിവിറ്റി, ഹൈ എമൗണ്ട് ഓഫ് കണ്ടക്ടിവിറ്റി, whereas insulator has highest amount of resistivity and least amount of conductivity, right. അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ ബേസിക് ക്ലാസിഫിക്കേഷനാണ്. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതേമാതിരി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ് ബേസിസിൽ വരെ നമ്മൾ ക്ലാസിഫൈ ഉണ്ട്. അതായത് കുറച്ച് എലമെൻസിന് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അപ്പോൾ ലോകത്ത് കണ്ടിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യപ്പെട്ടുള്ള വസ്തുക്കൾ എലമെൻറ്റ് ബേസിക്കലി നമുക്ക് ഈ കൊല്ലം പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ളത് സിലിക്കണും ജെർമേനിയുമാണ്. ദേ ആർ വെരി ഗുഡ് എക്സാമ്പിൾസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, സിലിക്കണും ജെർമാനിയം. ഇത് നിങ്ങളുടെ കോഴ്സിൽ മൊത്തം സിലിക്കണും ജെർമാനിയത്തിൻ്റെ സ്റ്റഡിയാണ് കേട്ടോ കൂടുതലും. ഓക്കെ, എന്നാൽ ബി കോമ്പൗണ്ട്സിലും ഉണ്ട് ചില കോമ്പൗണ്ട്സ് കേട്ടോ. CdS, കാഡ്മിയം സൾഫൈഡ്, പിന്നെ ഗാലിയം ആർസനൈഡ്, റൈറ്റ്, CdSc. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കിൽ അതേമാതിരി ഉണ്ട് കേട്ടോ. ഇത് ചോദിക്കാറൊന്നുമില്ല. ഇത് ഇനോർഗാനിക് നേച്ചറുള്ളതാണ്. ഓർഗാനിക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ത്രസീൻ ഉണ്ട്, താലമോസൈനൈൻസ് ഉണ്ട്. ഇതൊക്കെ ഡോപ്ഡ് ആയിരിക്കും. ഡോപ്ഡ് എന്ന് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഡോണ്ട് വറി. അതേമാതിരി പോളിമേഴ്സ് ഉണ്ട് അല്ലേ, പോളിപൈറൈഡ്സ്, പോളി ആനിലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ദർ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് മോർ ഡീറ്റെയിൽലി, റൈറ്റ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വിച്ച് വി ആർ യൂസിങ് ഫോർ മേക്കിംഗ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് വർക്കിംഗ് മനസ്സിലാവാണ്ട് ഈ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ഭജന പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ബാൻഡ് എനർജി, ബാൻഡ് ലെവൽ എന്നൊക്കെ വരുന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. അതിലേക്ക് പോണതിന് മുമ്പ് യു ഹാവ് ടു ലേൺ ഹൗ ദി സെമി കണ്ടക്ടർ ബേസിക്കലി ഫങ്ഷൻ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ലേ നമ്മൾ പറഞ്ഞു. ശരിക്കും സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണോ, പകുതി കണ്ടക്ട് ചെയ്യുന്നതല്ല. ചിലപ്പോൾ അത് നല്ലൊരു ഗുഡ് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും, ചിലപ്പോൾ അത് നല്ല ബെസ്റ്റ് ഇൻസുലേറ്റർ ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെമ്പറേച്ചർ ഓർ സംതിങ് എൽസ്. അത് ഞാൻ പറഞ്ഞുതരാം ഇതിന് ശേഷം. അതായത് മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. വിൽ ഗോ ടു ദാറ്റ് ഇൻ ഡീറ്റെയിൽ, റൈറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സെമി കണ്ടക്ടറിന് രണ്ട് സ്വഭാവം കാണിക്കാനുള്ള ടെൻഡൻസി. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇൻസുലേറ്റർ ആസ് വെൽ ആസ് കണ്ടക്ടർ. അതുകൊണ്ടാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അല്ലാണ്ട് പകുതി കണ്ടക്ട് ചെയ്യും പകുതി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. അപ്പോൾ സിലിക്കണും ജെർമേനിയത്തിൻ്റെ കേസ് എടുത്തു വിചാരിക്കാം. സിലിക്കണും ജെർമേനിയും. സിലിക്കൻ്റെ അറിയോ ലെവൽ എഴുതുമ്പോൾ 284 ആണ്, ജെർമനിയത്തിൻ്റെ 2884 ആണ്. അപ്പോൾ സിലിക്കൻ്റെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവും, ഇവിടെ 8 ആയ 1 2 3 4 ഒരെണ്ണം കൂടി വരാം 8. 4 പുറത്ത് വാലൻസ് ഇലക്ട്രോൺ എന്നൊക്കെ പറയും. ഐശ്വടാ, റൈറ്റ്. ഇതാണ് സിലിക്കൺ. ജെർമേനിയത്തിന് വരുമ്പോൾ എന്താ, ഇവിടെ 2 എണ്ണം ഐഷ്, പിന്നെ ഒരു ലെവൽ കറുപ്പാണോ ഒന്നതിൻ്റെ ഇടയിൽ. പോട്ടെ,
8 വരയ്ക്കാൻ പറ്റുമോ? 4 5 ഓക്കെ. പിന്നെ 1 ഇതെന്തുവാടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? 2 3 4 5 6 7 8. ഇനി ബാലൻസ് ആയിട്ട് 4 റൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോണിൻ്റെ കേസ് കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്കറിയാം വാലൻസ് ഇലക്ട്രോൺ ബോത്ത് ഇൻ ദ കേസ് ഓഫ് സിലിക്കൺ ആൻഡ് ജെർമാനിയം ഈസ് 4. ഇത്ര അറിയാലോ. അപ്പോൾ ഒരു സിലിക്കൺ ആറ്റം ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് സ്റ്റേബിൾ. അപ്പോൾ ഒരിക്കലും സിലിക്കൺ യു വിൽ നോട്ട് ഗെറ്റ് ഇൻ ദിസ് ഫോം. സിലിക്കൺ എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റൽ ഫോമിലാണ് കിട്ടുക. ബിക്കോസ് ഒരു സിലിക്കൺ വേറൊരു സിലിക്കണുമായിട്ട് എന്ത് ഷെയർ ചെയ്യും? അതിൻ്റെ 4 ഇലക്ട്രോണും ഓരോന്ന് വെച്ച് ഷെയർ ചെയ്യും. ഇതാണ് സിലിക്കണെങ്കിൽ അതിൻ്റെ ബാലൻസ് ഇലക്ട്രോണിൻ്റെ കേസ് മാത്രം വരയ്ക്കണുള്ളൂ കേട്ടോ. റൈറ്റ്. വേറൊരു സിലിക്കൺ ഇവിടെ അടുത്തുണ്ടാവും അല്ലേ? 11 ഉണ്ടാവുന്നത് 4 ഇലക്ട്രോൺസ് ബാലൻസ് ഇലക്ട്രോൺസ്. അതേമാതിരി ഇവിടെ ഒരു സിലിക്കൺ ഉണ്ട് 11 ഉണ്ട് 4 ബാലൻസ് ഇലക്ട്രോൺ. വേറെ സിലിക്കൺ ഇവിടെ എടുക്കാറ് അവനും ഉണ്ട് 4 ബാലൻസ് ഇലക്ട്രോൺ. വേറെ സിലിക്കൺ ഉണ്ട് ഇവിടെ അവനും ഉണ്ട് 4 ബാലൻസ് ഇലക്ട്രോൺ. ശരിയാ. എന്നിട്ട് ഓരോരുത്തരും അങ്ങോട്ട് ഷെയർ ചെയ്യാണ്. അറ്റ് എ ടൈം നോക്കുമ്പോൾ ഇനി ഇയാളുടെ അടുപ്പത്ത് വേറെ സിലിക്കൺ ഉണ്ട്, അവർ രണ്ടുപേരും ഷെയർ ചെയ്യും. അങ്ങനെ ഓരോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലുള്ള ഓരോ സിലിക്കൺ എടുക്കുമ്പോൾ ഇറ്റ് ഷെയർസ് ഇറ്റ്സ് ഇലക്ട്രോൺ വിത്ത് ഇറ്റ്സ് നിയർ ബൈ സിലിക്കൺ ആറ്റം. ഒരു സിലിക്കൺ ആറ്റം അടുത്തുള്ള സിലിക്കൺ ആറ്റവുമായിട്ട് അതിൻ്റെ ഒരു വാലൻസ് ഇലക്ട്രോൺ ഷെയർ ചെയ്യാണ്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അപ്പുറത്തെ ആളിൽ നിന്ന് വാങ്ങിക്കും. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. കേട്ടല്ലോ റൈറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ സിലിക്കൺ മാത്രം ഇങ്ങനെ വരയ്ക്കണല്ലോ കേട്ടോ, ഷെയറിങ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ. റൈറ്റ്. അപ്പോൾ ഇത് സിലിക്കണാണെന്ന് ഇനി പ്രത്യേകിച്ച് ഉള്ളിൽ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഇപ്പോൾ സാധാരണഗതിയിൽ എവിടെ ഇരിക്കുക? ബാലൻസ് ഷെല്ലിലാണ് ഇരിക്കുക അല്ലേ? ബാലൻസ് ഷെല്ല് മാത്രം വരച്ചിട്ടുള്ളൂ കേട്ടോ അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇപ്പോൾ ഒരൊറ്റയ്ക്ക് സിലിക്കൺ ഇരുന്ന് ചെയ്യുന്നു കേട്ടോ, ഒറ്റയ്ക്ക്. അപ്പോൾ ഇവരിങ്ങനെ സഞ്ചരിക്കുള്ളൂ. ഈ സിലിക്കണിൽ എൻ്റെ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. മീൻസ് 4 കേട്ടോ, റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ ഷെയറിങ് നടക്കുകയാണല്ലേ. അപ്പോൾ ഒരു പാത കൊടുക്കുകയാണ്, നിങ്ങൾ എക്സ്ട്രാ ഒരു വഴി കൊടുക്കുകയാണ് ഇലക്ട്രോണിന്. ദാറ്റ് ഈസ് നൗ ദ ഇലക്ട്രോൺ ആക്ച്വലി ഗോസ് ലൈക്ക് ദിസ്. വരും, ഇങ്ങനെ വരും. ഇനി ഇലക്ട്രോണ് വേണമെങ്കിൽ ഇങ്ങനെ പോകും, എല്ലാം അങ്ങനെ പോകാം. ഇതൊരു ഇലക്ട്രോണിൻ്റെ കേസ് പറയണം. അതേമാതിരി എല്ലാ ഇലക്ട്രോണും ഇങ്ങനെ സഞ്ചരിക്കുക. ഇഷ്ടടാ അതെന്താടേ ബെസ്റ്റ്. നല്ല ഭംഗിയിൽ വരച്ചു വന്നായിരുന്നു കേട്ടോ, നശിപ്പിച്ച് കാരണം കണക്കലാക്കി. റൈറ്റ് പോട്ടെ. റൈറ്റ്. യു ക്യാൻ റൊട്ടേറ്റ് ലൈക്ക് ദിസ് ദെൻ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. അങ്ങനെ എങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും അല്ലേ? റൈറ്റ്. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് ഓർബിറ്റിംഗ് റൈറ്റ് ആസ് വെൽ ആസ് അതായത് എനർജി ലെവലിൽ ട്രാൻസിഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? മനസ്സിലാവുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആദ്യം ഒരൊറ്റ അതിൻ്റെ ലെവലിൽ മാത്രം ഓർബിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഷെയറിങ് വന്നപ്പോൾ ഇറ്റ് ക്യാൻ ആക്ച്വലി മൂവ് ഫ്രം ഹിയർ ടു ദാറ്റ് പ്ലേസ് അല്ലേ? അപ്പോൾ ശരിക്കും 2 പണിയാണ് ഇലക്ട്രോൺ ചെയ്യണത്. ഒന്ന്, അത് അതിൻ്റെ ബാലൻസ് ഷെല്ലിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ? റൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഇലക്ട്രോൺ മാത്രം ബാലൻസ് ഷെല്ലിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫസ്റ്റ് ജോബ് ഈസ് വാട്ട് ടു ഡു ടു മേക്ക് ഷുവർ ദറ്റ് ബാലൻസ് ഈസ് കംപ്ലീറ്റ് അല്ലേ? ബാലൻസ് ഷെല്ല് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് അത് ഷെയറിങ് നടത്താണ് അടുത്തുള്ള സിലിക്കൺ ആറ്റമായിട്ട്. ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോണിൻ്റെ 2 ജോബാണ് കേട്ടോ. രണ്ടാമത്തെ ജോബ് ഞാൻ പറഞ്ഞുതരാം. ആദ്യ ജോബ് നമുക്കറിയാം എന്താ? ടു മെയിൻറ്റെയിൻ ദ ബാലൻസി അല്ലേ? അതാണ് അതിൻ്റെ ഫസ്റ്റ് ജോബ് അല്ലെങ്കിൽ ഡ്യൂട്ടി. വാലൻസി ബോണ്ട് ഫുൾഫിൽമെൻറ്റ് അല്ലേ? വാലൻസി ബോണ്ട് എന്ത് ചെയ്യണം? ഇത് തീർക്കണം. ഓക്കെ. ഇത് ക്രിസ്റ്റലിൻ്റെ കേസ് മാത്രമാണ് കേട്ടോ. സിലിക്കൻ്റെ ക്രിസ്റ്റൽ കേസിലാണ് പറയുന്നത്, ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ കേസല്ല. വെൻ ദ സിലിക്കൺ ഇസ് ഇൻ ക്രിസ്റ്റൽ ഫോം. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുണ്ടോ? 2 സിലിക്കൺ ആറ്റം എടുത്തു വിചാരിക്കാം. ഈ സിലിക്കൺ ആറ്റത്തിന് സ്വന്തമായ ഇലക്ട്രോൺ വരുമ്പോൾ ഇവിടെ വേറെ ഇലക്ട്രോൺ കാണില്ലേ? ഇവർ തമ്മിൽ എന്താ ഉണ്ടാവുക? റിപ്പൾഷൻ അല്ല ഉണ്ടാവുക? അതെ. ഇനി 2 ന്യൂക്ലിയസും അല്ലേ അടുത്തടുത്ത് ഇങ്ങനെ 2 തരം പോസിറ്റീവ് അല്ലേ ഉണ്ടാവുക അല്ലേ? പോസിറ്റീവ് ന്യൂക്ലിയസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുകയുള്ളൂ? എക്കെയും റിപ്പൽ ചെയ്യാം അല്ലേ? ക്ലിയർ. അപ്പോൾ നമുക്കൊരൊറ്റ എനർജി ഒരൊറ്റ ആറ്റത്തിൻ്റെ കേസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ആ ഇലക്ട്രോൺസിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും റിപ്പൾഷൻ്റെ കേസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എനർജീനെ പറ്റി പഠിക്കാൻ. അതുകൊണ്ടാണ് ഇത്ര കിടന്ന രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ?
ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞു നിന്ന്? റൈറ്റ്, അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഫോമിലിരിക്കുമ്പോൾ ഇലക്ട്രോൺ ഈസ് ആക്ച്വലി മെയിൻറ്റെയിനിങ് വാട്ട് ബാൻഡ്, അല്ലെങ്കിൽ ബാലൻസ് ബാൻഡ് ഫുൾഫിൽമെൻറ്റ്, അത് ബോണ്ടിങ്ങിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ അതിന് വഴി കിട്ടിയ കാരണം എന്ത്, ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിക്കുന്നുമുണ്ടെന്നും പറഞ്ഞു അല്ലേ. ഇങ്ങനെ സഞ്ചരിച്ചിരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എനർജി, നല്ല വെലോസിറ്റിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, നല്ല വെലോസിറ്റിയിൽ വരുമ്പോൾ ദേ ക്യാൻ ഗെറ്റ് എ ഹയർ എനർജി ഇല്ലേ, എനർജി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല എനർജിയിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കൂടെ അതിന്? It can, right, because it got high energy. So this one free electron which had been moving like this and then it moved very long with this, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സഞ്ചരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാം. റൈറ്റ്, ക്ലിയർ? അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഫോമിൽ റൈറ്റ് ചില ഇലക്ട്രോൺസ്, നോട്ട് ഓൾ ദ ഇലക്ട്രോൺസ്, സം ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ ഒബ്വിയസ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ബാലൻസ് കംപ്ലീഷൻ അല്ലേ, ബാലൻസ് ബാൻഡ് അല്ലെങ്കിൽ കോവലൻ്റ് ബാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് ഇലക്ട്രോൺസിന് എന്താ കുറച്ച് കൂടുതൽ എനർജി വരും. സിലിക്കൻ്റെ കേസിൽ സിലിക്കൺ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺസ് ഓടിപ്പോണ ആൾക്കാരുണ്ടല്ലോ. ഇനി ഞാൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെയാണ് ചെയ്യുക, ഇതോരോ സിലിക്കൺ ആട്ടമാ. ഓക്കെ, അപ്പോൾ ഈ സിലിക്കൺ ആട്ടത്തിൻ്റെ ആണെന്ന് ഇരിക്കട്ടെ. ഇതാണ് ഇത് ഇവൻ്റെ എന്നല്ല ഒരു ഇലക്ട്രോൺ ചാടിപ്പോയത്. ആ ഇലക്ട്രോൺ ചാടിപ്പോയിട്ട് ഇവിടെ അങ്ങനെയാണ് ഇരിക്കുക, സ്പേസ് ബിറ്റ്വീൻ ദ ക്രിസ്റ്റൽസ്. റൈറ്റ്, രണ്ട് സിലിക്കൺ ആറ്റത്തിൻ്റെ ഒക്കെ ഇടയിൽ സ്പേസ് ഇല്ലേ, അവിടെ പോയിട്ട് ഈ സിലിക്കൺ ആറ്റത്തിൽ നിന്നുള്ള ഇലക്ട്രോൺ ചാടി, ഹൈ എനർജിയുള്ള ഇലക്ട്രോൺ പോയി ചാടിയിരിക്കും. അതായത് ഇതിനെ ഒരു ശരിക്കും ഇതെങ്ങനെ വന്നേ, ഒന്ന് അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഓർബിറ്റിംഗ് മൂവ്മെൻറ്റ് കാരണം അല്ലേ. പിന്നെ കുറച്ച് നിങ്ങളങ്ങനെ എനർജി കൂടി കൊടുക്കുക, ചൂടാക്കി കൊടുക്കുക, അപ്പോൾ കൂടുതൽ എനർജി കിട്ടിയേ ഓടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക്. അപ്പോൾ കൂടുതൽ എനർജിയിലായിരിക്കും ഇത് പുറത്തേക്ക് ചാടുക. ദാറ്റ്സ് വൈ ദ വെലോസിറ്റി ബൈ വിച്ച് ദിസ് ഇലക്ട്രോൺ ജംപ്സ് ടു ദ വേക്കൻറ്റ് സ്പേസസ്, ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് തെർമൽ വെലോസിറ്റി എന്ന് പറയും അല്ലേ. ഇങ്ങനെ പോയിട്ട് ചാടി പോയിരിക്കുന്ന ഇലക്ട്രോൺസിൽ, ഇങ്ങനെ വേക്കൻറ്റ് സ്പേസസിൽ പോയിരിക്കുന്ന ഇലക്ട്രോൺസ്, ദേ ആർ ഓൾസോ കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ്. മനസ്സിൽ വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇലക്ട്രോൺസ് ഫോർ എനി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, സിലിക്കൺ ആവാം അല്ലെങ്കിൽ ജെർമാനിയം ആവാം, രണ്ട് പണിയാണ് ചെയ്യുന്നത് ഇലക്ട്രോൺസ്. വൺ വിത്ത് ലിമിറ്റഡ് ഫോം ഓഫ് എനർജി, കുറച്ച് എനർജി ഉള്ള ആൾക്കാർ എന്താ ബാലൻസ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ദേ ആർ കോൾഡ് ബാലൻസ് ഇലക്ട്രോൺസ്. ആക്ച്വലി അവരെയാണ് ശരിക്കും ബാലൻസ് ഇലക്ട്രോൺസ് ആണ് കൂടുതൽ പറയേണ്ടത്. ആൻഡ് ദേ മെയിൻറ്റെയിൻ ദ ബോണ്ട്, പെയറിങ്ങിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. എന്നാൽ രണ്ടാമത്തെ സെറ്റ് ഇലക്ട്രോൺസ് ഉണ്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓൺ ദ ക്രിസ്റ്റലൈൻ സിലിക്കണിൽ ഉണ്ടാവുന്ന അനദർ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ആർ ഹാവിങ് ഹയർ എനർജി. ദേ ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്. പക്ഷേ അവരുടെ കയ്യിൽ വേറെ പണിയുണ്ട്. അവരെന്താ ചെയ്യുക, ദേ ഫ്രീലി മൂവ് വിത്ത് ഹൈ വെലോസിറ്റി. ദേ ആർ ഫ്രീ ഇലക്ട്രോൺസ്. റൈറ്റ്, അപ്പോൾ രണ്ട് ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് സിലിക്കൻ്റെ അല്ലെങ്കിൽ ജെർമാനിയത്തിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലുള്ളത്. ഒന്ന് വാലൻസ് ഇലക്ട്രോണും ഒന്ന് ഫ്രീ ഇലക്ട്രോൺസ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് എനർജി ആയിരിക്കും ഉള്ളത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് ബാലൻസ് ഇലക്ട്രോൺ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ, തോന്നിയാസം കാണിച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു സിലിക്കൺ എന്ന് വിചാരിക്കട്ടോ. ഡിഷും 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 ഈ ഡിഷും 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 ഇതൊരു സിലിക്കൺ. ഇവിടെ നിന്ന് ഒരെണ്ണം പോയതായിട്ട് കാണിക്കാം. പൊഴിച്ചാടി ആഷ് ഈ ഗ്യാപ്പിൽ പോയിരുന്നിരുന്നു. അപ്പം ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. ലെറ്റ്സ് സേ ഇവിടെ പ്ലസ്, റൈറ്റ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഷ്ടം എന്താ ചെയ്യുക, ഈ ഇഷ്ടം നല്ല സുഖമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും കേട്ടോ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് അല്ലേ. ഇലക്ട്രോൺ അല്ലടോ, പോസിറ്റീവിനെ കാണുമ്പോൾ തോന്നിയ അതായത് അവിടേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇതൊരു ഇലക്ട്രോൺ. ഇനി ഇവിടെ നിന്നും ചിലപ്പോൾ ഒരു ഇലക്ട്രോണ് ഹൈ എനർജി കിട്ടിയിട്ട് ഗ്യാപ്പിൽ പോയിരുന്നുണ്ടാവും. 11 എന്ത് ചെയ്യും, ചിലപ്പോൾ അല്ല, ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ദർ ഈസ് എ ലോട്ട് ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ഗെറ്റ് ഡ്രിഫ്റ്റഡ് ഡ്യൂ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി വരും. ഡ്രിഫ്റ്റ് വെലോസിറ്റിന് ശേഷം വരുന്ന കറണ്ടാണ് ഡ്രിഫ്റ്റ് കറൻറ്റ്. ഓർമ്മ ഉണ്ട് അതൊക്കെ? ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദർ വിൽ ബി എ ഡ്രിഫ്റ്റ് കറണ്ട്. ഇപ്പം നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്ത്, വി ജസ്റ്റ് ഗേവ് എ സ്മോൾ പൊട്ടൻഷ്യൽ, ഓർ ഐ ക്യാൻ സേ ജസ്റ്റ് an electric field was applied which generated what is known as drift current. ഈ കറണ്ടാണ് നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ
പ്രവർത്തനത്തിന് വേണ്ടി യൂസ് ചെയ്യണത്. നമ്മളായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു, ഇയാൾക്ക് കുറച്ച് എനർജി കൊടുത്തിട്ട് വി ഹാവ് മെയ്ഡ് ഹിം ഓർ മെയ്ഡ് എ സെമി കണ്ടക്ടർ ടു ജനറേറ്റ് കറൻറ്റ്. ക്ലിയർ? റൈറ്റ്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോകണം കേട്ടോ നമ്മളിനി. അപ്പോൾ എനർജി ലെവൽസ് ഉണ്ടാവില്ലേ, ഏതൊരു ആറ്റം എടുത്താലും, അത് സിലിക്കണമെന്നില്ല, ഏതൊരു ബേസിക് എലമെൻ്റ് എടുത്താലും അല്ലെങ്കിൽ ബേസിക് ആറ്റം എടുത്താലും എത്ര എനർജി ലെവൽസാണ് പോസിബിൾ? 8 എനർജി ലെവൽസ് പോസിബിളാണ്. റൈറ്റ്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൽ വന്നപ്പോൾ ജെർമാനിയം സിലിക്കൺ നോക്കിയാൽ മതി, 4 അതിൽ ഈ 8 എണ്ണത്തിൽ 4 എണ്ണം ഒക്യുപ്പൈഡും 4 എണ്ണം വേക്കൻറ്റുമാണ് അല്ലേ. 4 places ആർ ഫിൽഡ് ആൻഡ് 4 places ആർ സ്റ്റിൽ വേക്കൻറ്റ് അല്ലേ, അൺഫിൽഡ് ആണ്. അത് ജെർമാനിയത്തിലായാലും സിലിക്കണിലായാലും അല്ലേ. അപ്പോൾ ക്രിസ്റ്റൽ ഫോമിൻ്റെ കേസ് നോക്കാം. ഇതൊരൊറ്റ ആറ്റത്തിൻ്റെ കേസാണ്. ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ 1 ആറ്റം. ക്രിസ്റ്റലിൽ സപ്പോസ് n ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. റൈറ്റ്. n ആറ്റം, പെൻ എടുത്തെന്ന് ചോദിച്ചു, n ആറ്റം. അങ്ങനെ വരുമ്പോൾ ഈ എത്ര പോസിബിൾ ലെവൽസ് ഉണ്ട്? 8 n എനർജി ലെവൽസ് പോസിബിളാണ്. ഇവിടെ ഒരു ആറ്റത്തിന് 8 എനർജി ലെവലാണെങ്കിൽ n ആറ്റത്തിന് എത്ര എനർജി ലെവൽ ഉണ്ടാവും? 8 n പോസിബിളാണ്. അതിൽ സെമി കണ്ടക്ടറിൽ 4n എനർജി ലെവൽസ് ഫിൽഡ് ആണ്, 4n എനർജി ലെവൽസ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. പിക്ടോറിയലായിട്ട് വരയ്ക്കണത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈറ്റ്. അപ്പോൾ ക്രിസ്റ്റലിൽ ഇപ്പോൾ മനസ്സിലാവേണ്ടി വിചാരിക്കണേ, ക്രിസ്റ്റൽ എടുക്കുന്നത് അവിടെ 2 സ്വഭാവമാണ്. ഒരു സിംഗിൾ സിലിക്കൺ ആറ്റമാണ് ഇരിക്കണമെങ്കിൽ ജസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ പാർട്ടിസിപ്പേഷൻ, ജസ്റ്റ് അത് ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്താം. പക്ഷെ ക്രിസ്റ്റൽ സിലിക്കണിൽ അങ്ങനെ എടുക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജീൻ്റെ ക്യാരക്ടറിസ്റ്റിക്കേ മാറും. റൈറ്റ്. ക്ലിയർ ആവണ്ട. അപ്പോൾ ഒരു ഫിഗർ ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ, ടു ജസ്റ്റ് ഡെപ്പിക്റ്റ് വാട്ട് ഇസ് നോൺ ആസ് എനർജി ലെവൽസ്. റൈറ്റ്. അപ്പോൾ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഓർമ്മ ഉണ്ടാ, n നമ്പർ ഓഫ് ആറ്റംസ്. ഞാൻ വരയ്ക്കാൻ പോണ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇസ് ഫോർ 8n എനർജി ലെവൽസ്. പോസിബിൾ എത്ര എനർജി ലെവൽസ് ആണ്? 8n അല്ലേ. അതൊക്കെ അടുത്തടുത്ത് വരച്ചോ. റൈറ്റ്. സോ ഇത് 4n എനർജി ലെവലാണ്. റൈറ്റ്. അതായത് ലോവസ്റ്റ് എനർജി ലെവൽസ് ആണ് 4n. 4n. റൈറ്റ്. അതേമാതിരി ഹയസ്റ്റ് എനർജി ലെവൽസും എത്രയാണ്? 4n ആണ്. റൈറ്റ്. അപ്പോൾ ഈ 4n ആരടിക്കാം? ബാലൻസ് ഇലക്ട്രോൺസ്. എന്തുകൊണ്ടാണ്? അവർ ലോ എനർജി ഉള്ള ഇലക്ട്രോൺസ് ആണ്. ഇത് ക്രിസ്റ്റലിൻ്റെ ആണ് കേട്ടോ, ഒരൊറ്റ സിംഗിൾ ആറ്റം അല്ല, ഇത് കളക്ഷനാണ്. റൈറ്റ്. ദിസ് ഇസ് ആക്ച്വലി ദ ബാൻഡ് ഡയഗ്രാം എന്നാണ് അതിനെ പറയുക, എനർജി ബാൻഡ് ഡയഗ്രാം. റൈറ്റ്. അപ്പോൾ ഇങ്ങനൊരു എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. വാലൻസ് ബാൻഡിന് എത്രയോടോ എനർജി ലെവൽസ് ഉണ്ടാവുക? ഇതാണ്, താഴെയുള്ളതാണ് വാലൻസ് ബാൻഡ്. അവർക്ക് എനർജി കുറവാണ്. സോ റൈറ്റ് ഇറ്റ് ആസ് 4n. ടോട്ടൽ 8n അല്ലേ. അപ്പോൾ ഇവിടെ വേറെ ഹൈ എനർജി ലെവൽ ബാൻഡ് വരച്ചിട്ടുള്ള ദിസ് ബാൻഡ് ഇസ് നോൺ ആസ് കണ്ടക്ഷൻ ബാൻഡ്. റൈറ്റ്. ദിസ് ഇസ് കണ്ടക്ഷൻ ബാൻഡ്. ദിസ് ബാൻഡ് ഇസ് കോൾഡ് വാലൻസ് ബാൻഡ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഇരിക്കുന്ന സ്ഥലമാണെന്ത്? കണ്ടക്ഷൻ ബാൻഡ്. മനസ്സിലാവുണ്ടോ? റൈറ്റ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം അല്ലേ, വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. റൈറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇപ്പോൾ നമ്മുടെ സിനിമ ഹാളിൽ സിനിമ കാണാൻ പോകുമ്പോഴേ നമുക്ക് ലോ ക്ലാസ് സീറ്റ് ഉണ്ട് അല്ലേ, അതാണ് 4n. ഈ ലോ ക്ലാസ് സീറ്റ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോയി ബാൽക്കണിയിൽ പോയി ഇരുന്നൂടെ? നിങ്ങൾക്ക് ആരെങ്കിലും തടയണുണ്ടോ? ഇല്ല. പൈസ ഉണ്ടാവണം മാത്രം. പൈസയാണ് എനർജി ആയിട്ട് ആലോചിക്കേണ്ടത്. സോ you can sit in either in the low class or you can sit in the in the upper class അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഇരിക്കാം. there is no restriction. but റെസ്ട്രിക്ഷൻ എന്താ? എവിടെ നിന്ന് ഇങ്ങോട്ട് പോയില്ലെങ്കിൽ പൈസ ചെയ്യേ അല്ലേ, പൈസ ഉണ്ടെങ്കിൽ അല്ലേ പോയിരിക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ഇഫ് ദ ഇലക്ട്രോൺസ് ആർ ഹാവിങ് എനർജി ടു റീച്ച് ഫ്രം ഹിയർ ടു ഹിയർ ദെൻ ഓൺലി ദേ ക്യാൻ ഗോ അല്ലേ. ഒരു മിനിമം എനർജി വേണം ഇലക്ട്രോൺസിന്, സോ ദാറ്റ് ദേ ക്യാൻ ജംപ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. ഏറ്റവും നല്ല പൊസിഷൻ ഏതാ? മിനിമം പൈസ വെച്ചിട്ട് കാണാൻ പറ്റുന്ന സിനിമ ഹാളിലേത്? ലോ ക്ലാസ് സിനിമ മീൻസ് ലോ ക്ലാസ് ഫ്ലോറാണ് അല്ലേ. അവിടെ എന്തായാലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. ഇവിടെ കയറണമെങ്കിൽ എന്താ? പൈസ വേണം. അല്ലെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ കേസാണെങ്കിൽ ഓൾ ദ ഇലക്ട്രോൺസ് വാട്ട് എവർ ടൈപ്പ് ദേ ആർ they can be in balance band. But if they have higher energy, right, അപ്പോൾ they can jump from this section to this
റൈറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലേ, സോ ദാറ്റ് ഈസ് നോൺ ആസ് എനർജി ഗ്യാപ്പ് അല്ലേ. അപ്പോൾ ഇത്ര എനർജി ഗ്യാപ്പിന് തുല്യമായ എനർജിയുള്ള ഇലക്ട്രോൺസിന് ഓർ വാലൻസ് ഇലക്ട്രോൺസിന് വിച്ച് ഇസ് ആക്ച്വലി ഫ്രീ ഇലക്ട്രോൺസ്. എടോ വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് ഇരുന്നിരുന്ന അവർക്ക് എക്സ്ട്രാ എനർജി കിട്ടി, ദേ ബിക്കം ഫ്രീ, അവർക്ക് റാൻഡമായിട്ട് മൂവ് ചെയ്യാം, ദേ ക്യാൻ ജംപ് ഫ്രം ഹിയർ ടു ഹിയർ. സോ ദേ ഹാവ് ടു ഓവർകം ദാറ്റ് ഈസ് നോൺ ആസ് എനർജി ഗ്യാപ്പ്. ഈ എനർജി ഗ്യാപ്പിന് തുല്യമായ എനർജി അവർക്ക് കിട്ടിയാൽ മാത്രമേ ഈ ലോവർ എനർജിയിൽ നിന്ന് അല്ലേ. ഇനി ഇവിടെ ഒന്നും ഒരിക്കലും ഇലക്ട്രോൺ ഇരിക്കില്ല കേട്ടോ, റൈറ്റ്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ഫോർബിഡൻ ബാൻഡ് അല്ലേ. ദറ്റ് ഈസ് ദ ബാൻഡ് ഓർ റീജിയൻ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് where an electron can never exist is known as what? Forbidden band. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇത്രയും വെച്ച് ഞാൻ നിർത്താണ്. ഇതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോവാം. ഓക്കെ.